സ്വപ്നാസ് ഫുഡ് വേൾഡ് എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പറാത്ത ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ ഈവനിങ് സ്നാക്സ് അതിൽ ഉണ്ടാക്കണോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നൊരു പറാത്ത, ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഇത് കഴിക്കുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പറാത്താസ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ സ്പെഷ്യലാണ് അല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിലെ പൊറോട്ട പോലെയല്ല, മൈദയല്ല, ഇത് നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പലതരത്തിലുള്ള പൊറോട്ട ഉണ്ട് അല്ലേ, പറാത്താസ് ഉണ്ട് അല്ലേ. അപ്പം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് പനീർ പറാത്തയാണ്. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പറാത്താസ് എന്നുള്ളത് നമുക്കറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ചപ്പാത്തി പോലെ തന്നെ നല്ല ഈസി ആയിട്ടുള്ള സംഭവമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിലും നമുക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അല്ലേ പറാത്താസ്. പല പറാത്താസും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒക്കെ ഒരുവിധം ഒരേ സ്റ്റൈൽ തന്നെയാണ് ഉണ്ടാക്കുക. അപ്പം ഇന്നത്തെ പനീർ പറാത്ത സൂപ്പർ ഈസിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ആദ്യം കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്ക് നോക്കാം അല്ലേ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. പറാത്തയ്ക്ക് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പോലെ ആദ്യം കുഴച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് നമ്മുടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്കാണ്, അപ്പോൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളൊരു ക്വാണ്ടിറ്റിയെ കാണിക്കുന്നുള്ളൂ. ഞാനിവിടെ നമുക്ക് പിൽസ്ബറിയുടെയോ അന്നപൂർണ്ണയുടെയോ ഏത് വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ വീട്ടിൽ പൊടിപ്പിച്ച ഗോതമ്പ് പൊടിയായാലും കുഴപ്പമില്ല. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് വെള്ളം, കുറച്ച് വെള്ളം, 1 കപ്പാണ്. അങ്ങനെ കറക്റ്റ് അളവില്ല വെള്ളത്തിന്, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ച് വീതിയുള്ള ഇതിൽ ബൗൾ എടുത്തിട്ട് കുഴയ്ക്കാവും നല്ലത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രം. തണുത്ത വെള്ളം മതി കേട്ടോ. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ചൂടുവെള്ളം ഒഴിക്കണോ. ചൂടുവെള്ളം ഒന്നും ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല ചപ്പാത്തി കുഴയ്ക്കാൻ. തണുത്ത വെള്ളം തന്നെ മതി. തണുത്ത വെള്ളം ഉദ്ദേശിച്ചത് നോർമൽ വാട്ടർ. ഇതുപോലെ കുറച്ചായിട്ട് കുഴച്ച് കൊടുക്കുക. ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ കുഴയ്ക്കുക, ചപ്പാത്തിക്ക് കുഴച്ചിട്ട് എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വെള്ളം കൂടി പോകരുത് കേട്ടോ. അഥവാ വെള്ളം കൂടി തോന്നുകയാണെങ്കിൽ കുറച്ച് പൊടി ഇടുക. പക്ഷെ അത് ഫുള്ള് കുഴച്ചെടുക്കുന്നതിൻ്റെ മുന്നേ പൊടി ഇടണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ശരിയാവില്ല. എപ്പോഴും നമ്മളൊന്നിങ്ങനെ കുറച്ച് പുറത്ത് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തെടുത്താൽ നല്ലതാവും കേട്ടോ. ഇപ്പം ഞാൻ കറക്റ്റ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന്, ഇത്രയേ ഉള്ളൂ, 1 ടീസ്പൂണൊക്കെ മതിയാവും. എന്താ വെച്ചാൽ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പറാത്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ, എന്നും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ചെയ്താൽ സോഫ്റ്റ് ആവും. പക്ഷേ പറാത്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടെ സോഫ്റ്റ് ആവും. ഈസിയാണ് ശരിക്കും പറാത്ത ഉണ്ടാക്കാൻ. നമ്മളിവിടെ നോർത്ത് ഇന്ത്യൻസൊക്കെ നമുക്ക് ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ചപ്പാത്തി ആകുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു കറിയുടെ ആവശ്യമുണ്ട് അല്ലേ. പറാത്ത ആകുമ്പോൾ നമുക്കത് ആവശ്യമില്ല. ഏത് പറാത്തയാണോ നമ്മൾ ഉണ്ടാക്കുന്നത്, ആലു പറാത്ത ഉണ്ടാക്കാം, പനീർ, ഞാനിവിടെ പനീറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പനീർ പറാത്ത, ഗോബി പറാത്ത, അതായത് കോളിഫ്ലവർ, എഗ്ഗ് വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ അധികം, ഞാൻ മോൾക്കൊക്കെ സ്കൂളിലേക്ക് ഏറ്റവും എളുപ്പമുള്ള പണിയാണ്. കാരണം ഒരു ദിവസം എഗ്ഗ്, ഒരു ദിവസം ഗോബി പറാത്ത, അങ്ങനെ ഓരോന്നും നമുക്ക് ഓരോ ദിവസം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. നമുക്ക് എളുപ്പമാണ്. സൈഡ് ഡിഷ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരു തൈരും പഞ്ചസാരയും ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ്. ഹെൽത്തിയാണ് കേട്ടോ. നമ്മൾ സാധാരണ മൈദ വെച്ചിട്ടുള്ള പൊറോട്ടയെക്കാളും എന്തുകൊണ്ടും ഹെൽത്തിയാണ്. നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കുഴയ്ക്കണം. അതാണ് നമ്മുടെ പൊറാത്തയുടെ ആയാലും ചപ്പാത്തിയുടെ ആയാലും മെയിൻ ടേസ്റ്റ്. അത് ശ്രദ്ധിച്ചാൽ മതി. എത്രത്തോളം ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴയ്ക്കണം അത്രയും സോഫ്റ്റ് ആവും. നിങ്ങൾക്ക് ഇതുപോലത്തെ പറാത്ത റെസിപ്പീസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇടാം. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞങ്ങളെപ്പോഴും ഉണ്ടാക്കുന്നതാണ്. ഇവിടെ ആലു പറാത്ത ഉണ്ടാക്കണം എന്നാണ് ആദ്യം വിചാരിച്ചത്. അത് ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കയ്യിലുള്ളത് പനീറാണ്. അപ്പോൾ പനീർ പറാത്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് തട്ടിക്കൂട്ടും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 10-15 മിനിറ്റ് കുറച്ചൊരു ചെറിയ നനവുള്ള, ഒരുപാട് നനവ് പാടില്ല, ചെറുതായിട്ടൊന്ന് ഈർപ്പമുള്ള ഒരു ടവലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രമോ വെച്ചിട്ട് മൂടുക. ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ചപ്പാത്തി കുറച്ചും കൂടെ നന്നായിട്ട് സോഫ്റ്റ് ആവും കേട്ടോ പറാത്താസൊക്കെ. അപ്പോൾ നമുക്ക് ചപ്പാത്തി അവിടെ റെസ്റ്റ് ആവുന്ന നേരം കൊണ്ട് നമുക്കിവിടെ പനീർ പറാത്തയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 100 ഗ്രാം, വളരെ കുറച്ച് പനീർ എടുത്തിട്ടുള്ള 100 ഗ്രാം എന്ന് പറഞ്ഞാൽ 2 പേർക്കൊക്കെ ഉള്ള ഒരളവാണ്.
അപ്പോൾ 100 ഗ്രാം ഫ്രഷ് പനീർ കണ്ടു. ഫ്രഷ് പനീർ ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക. നമ്മൾ ഫ്രോസൺ വാങ്ങിക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, ഇത്ര ഫ്രഷ് ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഫ്രഷ് പനീർ കിട്ടുന്നവർ വാങ്ങിക്കുക. ഞാൻ എങ്ങനെയാണ് പനീർ വീട്ടിലുണ്ടാക്കുക എന്നുള്ള വളരെ ഈസിയാണ് ഒരു മെത്തേഡ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയി കാണാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്രോസൺ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതൊന്നെങ്കിൽ ഗ്രേറ്റ് ചെയ്യാം. ഫ്രഷ് ആകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ പൊടി പൊടിയായി കിട്ടും. ഫ്രോസൺ ആകുമ്പോൾ ചിലപ്പോൾ ഒന്ന് പുറത്ത് വെച്ചിട്ടൊന്ന് ശരിയാക്കേണ്ടി വരും. എന്നാലും ഇതുപോലെ കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ ഇതുപോലെ പൊടിച്ചു കൊടുക്കുക. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ പനീർ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തല്ല ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്, പൊടി പൊടിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവോളയുടെ പകുതി അത്ര ഇട്ടിട്ടുള്ളൂ. അത് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, ഇതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇവിടെ മോൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത് എന്താ ചേരും, അവൾക്ക് ആ പച്ചമുളക് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളത് കഴിക്കില്ല, അതുകൊണ്ടാണ്. പിന്നെ വളരെ കുറച്ച് ഉപ്പ് അധികമായാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. 100 ഗ്രാമല്ലേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഒക്കെ കുറച്ച് മതി, ഒരുപാട് സ്പൈസി ആവേണ്ട ആവശ്യമില്ല അത്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഈ 3 ചേർക്കുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ പച്ചമുളക് ചേർക്കാം. അതുപോലെ മല്ലിയില ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ എന്താണെന്ന് വെച്ചാൽ മോളെ ഈ മല്ലിയില ഒക്കെ മിത്തു പറാത്തയുടെ ഒക്കെ ഇടയിൽ ഇങ്ങനെ അത് കഴിക്കുമ്പോൾ അവൾ കഴിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ കറിയുടെ ഇടയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് കഴിക്കും. അപ്പോൾ പറാത്തയുടെ ഇടയിൽ മാറ്റി വയ്ക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് കഴിക്കില്ല. പക്ഷെ മല്ലിയില നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഇടുന്നുണ്ടെങ്കിൽ അത് ഇട്ടോളൂ. പിന്നെ ഡ്രൈ മാംഗോ പൗഡർ അല്ലേ, അതായത് ആംചൂർ പൗഡർ, അതുണ്ടെങ്കിൽ അതിപ്പോൾ എൻ്റെ അടുത്ത് തീർന്നു. സാധാരണ ഞാനത് ഇടാറുണ്ട്. അതിട്ടാലും നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളത് തന്നെ ഈ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല അല്ലേ, ഉള്ളി, ഇത്രയും സംഭവം നമ്മുടെ നാട്ടിലുണ്ടാവും, മല്ലിയിലയും. അപ്പോൾ അതുകൊണ്ട് ഇത് മാത്രമായാലും നല്ല ടേസ്റ്റാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും. ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കൊന്നുമില്ല, കാരണം പനീർ പെട്ടെന്ന് വേവും. പ്രത്യേകിച്ച് ഫ്രഷ് പനീറും കൂടി ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ചപ്പാത്തി പോലെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ കഴിയുമ്പോൾ നമ്മുടെ ചപ്പാത്തി നമുക്ക് എടുത്തിട്ട് പരത്താം. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് ആയി. ഇപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് എടുക്കുന്നത് കേട്ടോ, കാരണം പറാത്ത കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ആയിരിക്കും ഉണ്ടാവും എപ്പോഴും. പറാത്താസ് നമ്മൾ ഒന്നൊക്കെ തന്നെ കഴിക്കാൻ പറ്റുള്ളൂ, കുറച്ച് കട്ടി ഉണ്ടാവും, ചപ്പാത്തി പോലെ അത്ര സോഫ്റ്റ് ആവില്ല. അതുകൊണ്ട് കുറച്ച് വലിയ ബോൾസ് എടുക്കാം. ഷേപ്പൊന്നും നോക്കണ്ട കേട്ടോ, നമുക്ക് പറാത്താസ് അങ്ങനെ അത്ര നല്ല പെർഫെക്റ്റ് ഷേപ്പിലൊന്നും എവിടെയും കിട്ടിയിട്ടില്ല. നമുക്കൊരു സ്ക്വയർ ഷേപ്പിലൊക്കെയാണ് നമുക്ക് എപ്പോഴും കിട്ടുക. ഞാൻ അത്ര പെർഫെക്റ്റൊന്നല്ല, ഷേപ്പ് നല്ല പെർഫെക്റ്റ് ഷേപ്പിലൊന്നും ഉണ്ടാക്കാറില്ല. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കും, എന്നാലും 15 മിനിറ്റ്സ് ആയ കണ്ടോ നല്ല സോഫ്റ്റ് ആവും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. സൈഡൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക, അതായത് കുറച്ച് കട്ടി കുറച്ച് കൊടുക്കുക, എന്നാലും ഇത് അത്യാവശ്യം കട്ടി ഉണ്ടാവും പറാത്ത. ഇതുപോലെ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ ഈ പനീറില്ലേ അതൊന്ന് ഒരു പിടി എടുത്തിട്ട് ഒരു ഉരുള പോലെ എടുത്തിട്ട് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചപ്പാത്തി ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ചപ്പാത്തി ആക്കണം, ഇതുപോലെ ആക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ബാക്കി എക്സസൈസ് വരുന്ന സംഭവമില്ലേ അത് നമുക്കിവിടെ വേണ്ട, പറിച്ച് കളയാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഉരുട്ടിയെടുക്കാം, എന്നിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ചിലപ്പോൾ കുറച്ചൊക്കെ പുറത്തേക്ക് വരികയൊക്കെ ചെയ്യും, അങ്ങനെ തന്നെയാണ് പറാത്ത ഉണ്ടാവുക. പക്ഷെ ഒരുപാട് പൊട്ടിപ്പോവരുത്, നമുക്കൊന്ന് ചുട്ടെടുക്കണ്ടേ, ആ ഒരു രീതിയിലാക്കണം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ അത്ര പെർഫെക്റ്റ് നല്ല റൗണ്ട് ഷേപ്പ് ചെയ്യാൻ, കാരണം നമുക്ക് പനീർ പറാത്താസ് ആകുമ്പോൾ നമുക്ക് കണ്ടോ ഉള്ളിയൊക്കെ വരുമ്പോൾ, ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കാരണം ഈ ഉള്ളി പരത്തുമ്പോഴുള്ള പ്രശ്നം വെറും പനീർ മാത്രം ഇടുമ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ പനീർ മാത്രം ഇടുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ എന്നാലും ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഉള്ളി പരത്തുന്ന സമയത്ത് ഉള്ളിയും പനീറൊക്കെ നിങ്ങൾക്ക് കാണുവാന്ന് കുഴപ്പമില്ല, പക്ഷെ പൊട്ടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം.
ഇനി ഞാൻ വേറൊരു മെത്തേഡും കൂടി കാണിച്ചു തരുന്നുണ്ട്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ പോലത്തെ മെത്തേഡ് ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. അതായത് ഞാൻ പറഞ്ഞില്ലേ പരത്തുമ്പോൾ പൊട്ടിപ്പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നമുക്ക് വേറെ മെത്തേഡും കൂടെ ചെയ്യാം. ഒന്നുമില്ല, ഇതന്നെ കുറച്ച് വലിയ ബോൾസ് എടുക്കാം. ഈ മെത്തേഡ് കുറച്ചും കൂടെ ബിഗിനേഴ്സിന് എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. ഞാൻ ആദ്യമൊക്കെ അങ്ങനത്തെ മെത്തേഡിലാണ് ചെയ്തിരുന്നത്. ഇത് കുറച്ചും കൂടെ എളുപ്പമുള്ളതാണ്. ഇതല്ലാതെ ഒരു മെത്തേഡ് 2 ചപ്പാത്തി ഒരേ ലെവലിൽ പരത്താം. എന്നിട്ട് ഒരു ചപ്പാത്തിയുടെ മേലെ പനീർ ഇടുക, എന്നിട്ട് മറ്റേ ചപ്പാത്തി അതിൻ്റെ മേലെ പ്രസ് ചെയ്തിട്ട് അങ്ങനെ വെക്കില്ലേ നമ്മൾ, അങ്ങനെയും ചെയ്യാം. അതാകുമ്പോൾ കുറച്ചും കൂടെ കട്ടിയുള്ള പറാത്താസ് കിട്ടും. ഫസ്റ്റ് വൺ ഞാൻ ഉണ്ടാക്കിയത് ഏറ്റവും കുറച്ച് തിന്നായിട്ടുള്ളതാണ്, എന്നാൽ എളുപ്പമുള്ളതുമാണ്. അങ്ങനെ ഇതും സെക്കൻഡ് വണ് ഏറ്റവും എളുപ്പമുള്ളത് ഇതാ. ഇപ്പം നമ്മൾ പരത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പനീർ ഇതുപോലെ വെച്ച് കൊടുക്കാം. കുറച്ച് വെച്ചാൽ മതി, മിഡിലിൽ മാത്രം. എന്നിട്ട് 4 സൈഡിൽ നിന്നും ഇതുപോലെ മടക്കി കൊടുക്കാം. ഇതുപോലെ മടക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കുറച്ച് മാവ്, അതായത് പൊടി യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതല്ലേ പ്രസ് ചെയ്ത് കൊടുത്ത ഭാഗം അതൊന്ന് തിരിച്ച് വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. അമർത്തി പരത്തരുത് കേട്ടോ, അപ്പം എന്തായാലും പൊട്ടും. ഇതും ഇത് നല്ല കട്ടിയുള്ളതാണ്. ഇതൊക്കെ ഒന്നൊക്കെ കഴിച്ചാൽ തന്നെ 1-2 കഴിച്ചാൽ തന്നെ നല്ല ഹെവിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ പനീർ കണ്ടോ എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ആവും. ഇതാണ് ഏറ്റവും എളുപ്പം. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത്. ആദ്യം കാണിച്ചത് ചിലപ്പോൾ നിങ്ങൾക്ക് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. സ്ഥിരമായി ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യത്തെ കുറച്ചും കൂടെ എളുപ്പമാണ്. ഇപ്പോൾ ഉണ്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ നല്ല അടിപൊളി പറാത്ത വന്നു. ഇത് നമുക്ക് 2 പീസായിട്ട് മുറിച്ചെടുത്താലും നല്ല ടേസ്റ്റ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ 2 പീസായിട്ട് മുറിച്ച് വെച്ച് കൊടുത്താൽ അവർക്ക് നടുവിൽ ഇങ്ങനെ പനീറൊക്കെ കഴിക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടോ ഇത് കുറച്ചും കൂടെ ഈസി അല്ലേ. ഇത്ര മതി. ഈ ഒരു കട്ടിയെങ്കിലും വേണം, സൈഡ് മാത്രം കട്ടിയാവാതെ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടൈപ്പ് ഓഫ് പറാത്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പറാത്ത ചുട്ടെടുക്കാൻ ഞാനിവിടെ നോൺ സ്റ്റിക്ക് അല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്. എപ്പോഴും നോൺ സ്റ്റിക്കിനേക്കാളും നല്ലത് ഇങ്ങനത്തെ ആയിരിക്കും പറാത്താസൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം തന്നെ സ്ക്വയർ പറാത്ത ഇട്ട് കൊടുക്കാം അല്ലേ. സ്ക്വയർ അല്ല, നമ്മൾ ആ സ്റ്റഫ് ചെയ്തിട്ടുള്ള ടൈപ്പില്ലേ ആ പറാത്ത ആണ് ഞാൻ ചെയ്യണത്. 2 ഭാഗം നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ ചെയ്യണം, അപ്പോഴാണ് ആ പറാത്തയുടെ ടേസ്റ്റ്. ഒന്ന് ആയി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്നുമില്ലെങ്കിൽ എണ്ണ, ഇത് പരത്തിയിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഈ പരത്തുന്ന എണ്ണയിലാണ് നമ്മൾ പറാത്താസ് കഴിക്കുമ്പോൾ പറയാം നന്നായിട്ട് എണ്ണയിൽ പരത്തുമ്പോഴാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ് വരിക. ഞാനിവിടെ ബട്ടറാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ സാധാരണ എണ്ണ, വെളിച്ചെണ്ണ വേണ്ട, അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് പോവും. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ വെച്ചോളൂ, അപ്പോഴാണ് നന്നായിട്ട് ആവുള്ളൂ. ഇനി ഈ സൈഡിൽ ഞാൻ എണ്ണ പരത്തിയിട്ടുണ്ടായിരുന്നില്ല, അവിടെ കൂടെ ഒന്ന് പരത്തി കൊടുക്കാം. 2 സൈഡിലും നന്നായിട്ട് എണ്ണ പരത്തിയിട്ടുണ്ട്. ഈ പനീർ ഇങ്ങനെ തന്നെ കിടന്ന് വേവും. ഇത് എക്സ്ട്രാ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്ട്രാ കുക്ക് ചെയ്തെന്താ വെച്ചാൽ പനീറിന് വെള്ളം വരും. വെള്ളം ഇറങ്ങി അതൊരിക്കലും പരത്താൻ പറ്റില്ല. കണ്ടോ നല്ലൊരു കളറായിട്ടില്ലേ. ഇപ്പോൾ ഉണ്ടോ ഈ ഒരു കളറ് വരണം. ഇതാണ് പറാത്തയുടെ ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു കളറ് വരുന്നവരെ 2 സൈഡ് നന്നായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. അതാ ബട്ടർ ഇട്ടാലോ കേട്ടോ ഈ ഒരു കളറ് വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ബട്ടർ അല്ലെങ്കിൽ നെയ്യ്. ഇപ്പോൾ 2 സൈഡും നന്നായി ആയിട്ടുണ്ടോ. ഇതാണ് ആ ഒരു പറാത്തയുടെ ആ ഒരു കളറ്. ഇത്ര മതി. ഇനി കരിയിക്കരുത്. ഈ ഒരു ഗോൾഡൻ കളറ് വരുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ പനീർ പറാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കാരണം പനീർ എങ്ങനെ ഉണ്ടാക്കാം വീട്ടിലെന്നുള്ളതും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഷോപ്സിലും അവൈലബിൾ ആണ് പനീർ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നം വരില്ല. നാട്ടിലെ പോലും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് അല്ലേ. ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഗോതമ്പ് പൊടി നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. എന്തായാലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്ക് തരാനും മറക്കരുത്. ബൈ.